പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ അനീഷ് അവന്തികയാണ്. അമ്മ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹം തന്നു വളർത്തിയ എൻ്റെ അമ്മ എന്നെ വിട്ടുപോയിട്ട് ദിവസങ്ങളായിരിക്കുന്നു. അമ്മയുടെ നല്ല ഓർമ്മകൾ മാത്രമാണ് ഇന്ന് എനിക്ക് കൂട്ട്. ആ ഓർമ്മകളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. അമ്മമാരെ സ്നേഹിക്കുന്ന ഓരോ മക്കൾക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. എൻ്റെ അമ്മയുടെ വലിയൊരാഗ്രഹമായിരുന്നു വിമാനത്തിൽ കയറണമെന്ന്. അന്ന് ദുബായിലായിരുന്ന ഞാൻ അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാൻ തീരുമാനിച്ചു. അമ്മയെ ദുബായിൽ കൂട്ടാൻ തീരുമാനിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നു. പിന്നെ ഹോസ്പിറ്റലും ചികിത്സയും പല ആശുപത്രികളിലും മാറി മാറി കാണിച്ചു. ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ. എൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കൊച്ചിയിലേക്ക് ഒരു യാത്ര ഫിക്സ് ചെയ്തു. ആ യാത്രയുടെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ. പുലർച്ചെ 5 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. കൂടെ ചേച്ചിയും ചേട്ടൻ്റെ മകനും. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് അടുത്തു. എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ നമ്മൾ കയറി. വയ്യാഞ്ഞിട്ടും എൻ്റെ അമ്മ സന്തോഷത്തിലായിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തതിനാൽ വീൽ ചെയറിലാണ് എയർപോർട്ടിനുള്ളിലേക്ക് കടന്നത്. എയർപോർട്ടിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എയർപോർട്ടിൻ്റെ ഉൾവശം അമ്മ എല്ലാം നോക്കിക്കാണുന്നു. ഫ്ലൈറ്റിലേക്ക് പോകാനായി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പിന്നീട് ബസ്സിലാണ് ഫ്ലൈറ്റിനടുത്തേക്ക് പോയത്. വീൽ ചെയറിൽ തന്നെയായിരുന്നു അമ്മ. അമ്മ പുറത്തെ കാഴ്ചകൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഫ്ലൈറ്റിൽ കൊച്ചിയിലേക്ക്. ഫ്ലൈറ്റിൻ്റെ ഉൾവശത്ത് നിന്നും എൻ്റെ അമ്മ എന്തൊക്കെയോ പറയുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ പേടിയുണ്ടോ? അമ്മ മറുപടി പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല മോനെ. കലാഭവൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ അമ്മ പറഞ്ഞു, കൊച്ചിയിലെത്തി തിരിച്ചു പോകുമ്പോൾ നമുക്ക് കലാഭവൻ വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ കലാഭവൻ ശവകുടീരത്തിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ അമ്മയും നമ്മളും തിരിച്ച് കണ്ണൂരിലേക്ക് യാത്രയായത്. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ സമയം എൻ്റെ അമ്മയെയും കൂട്ടി ഒരു യാത്ര. ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള സങ്കടവും വിഷമവും മാത്രം. മറക്കില്ല അമ്മയെ ഒരിക്കലും. പ്രണാമം.